നമസ്കാരം. ഇരുമ്പഴിക്കുള്ളിലാക്കിയാലും നാടിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. ജനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ലെന്നും രാഹുൽ പറഞ്ഞു. ജീവപര്യന്തം ശിക്ഷ ലഭിച്ചാലും ഫാസിസ്റ്റ് സർക്കാരിനെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ല. പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു. നാട് വാഴുന്ന രാജാവാണെന്ന് കരുതുന്ന പിണറായി വിജയൻ കിരീടം താഴെ വെക്കണമെന്നും ജനങ്ങൾ പിന്നാലെയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ രാജാവാണെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെന്നും രാഹുൽ പറഞ്ഞു. എല്ലാവരോടും നന്ദി പറയുന്നതായി പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 4 കേസുകളിൽ ജാമ്യം കിട്ടിയതോടെയാണ് ഇന്ന് മോചനം സാധ്യമായത്. പൂജപ്പുര ജയിലിന് മുന്നിൽ പ്രവർത്തകർ ആവേശത്തോടെ സ്വീകരിച്ചു. കർശന ഉപാധികളോടെ ഇന്ന് 2 കേസുകളിൽ കൂടി ജാമ്യം കിട്ടിയതോടെയാണ് രാഹുലിന് പുറത്തിറങ്ങാനായത്. ജാമ്യ നടപടികൾ കോൺഗ്രസ് നേതൃത്വം അതിവേഗം പൂർത്തിയാക്കി. ബുധനാഴ്ച രാത്രി 9:15 രാഹുൽ പൂജപ്പുര ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ്, സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, ഷാഫി പറമ്പിൽ MLA എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിനെ സ്വീകരിക്കാനായി പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയിരുന്നു. 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുലിന് രാത്രി വൈകിയും വൻ വരവേൽപ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയത്. പുഷ്പവൃഷ്ടിയും വെടിക്കെട്ടുമായിട്ടാണ് ജയിലിന് മുന്നിൽ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ വരവേറ്റത്. നേരത്തെ ജാമ്യം ലഭിച്ചെങ്കിലും രാഹുലിന്റെ ജയിൽ മോചനം അനിശ്ചിതത്വത്തിലായിരുന്നു. കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥ പ്രകാരമുള്ള തുക അടയ്ക്കാൻ സാധിക്കാതിരുന്നതാണ് മോചനം അനിശ്ചിതത്വത്തിലാക്കിയത്. ട്രഷറി സമയം കഴിഞ്ഞതിനാലാണ് തുക അടയ്ക്കാൻ സാധിക്കാതിരുന്നത്. എന്നാൽ തുക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ അഭിഭാഷകർ ജഡ്ജിക്ക് സത്യവാങ്മൂലം നൽകിയതോടെയാണ് ജയിൽ മോചനത്തിനായി വഴി തുറന്നത്. ജാമ്യ ഉത്തരവ് ജയിലിലെത്തുകയും നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും ചെയ്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. രാഹുലിനെ സ്വീകരിക്കാനായി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ജയിലിന് മുന്നിലുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് അറസ്റ്റിലായി 9ാം ദിവസം രാഹുലിന് പുറത്തിറങ്ങാൻ വഴി തെളിഞ്ഞത്. പൊതുമുതൽ നശിപ്പിച്ചു, പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. 50,000 രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ 2 പേരുടെ ആൾജാമ്യം, പൊതുമുതൽ നശിപ്പിച്ചതിന് 1360 രൂപ കെട്ടിവെക്കണം, 6 ആഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മറ്റു 2 കേസുകളിൽ കോടതി രാഹുലിന് ജാമ്യം കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. കണ്ടോൺമെന്റ് പോലീസ് എടുത്ത 2 കേസുകളിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ചൊവ്വാഴ്ച ജാമ്യം അനുവദിച്ചത്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് 3ഉം DGP ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് 1 കേസുമാണ് നേരത്തെ രാഹുലിന്റെ പേരിലെടുത്തത്. ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസ് 2 കേസുകളിലും മ്യൂസിയം പോലീസ് 1 കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് രാഹുലിനെ കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് 3 കേസുകൾ കൂടി ചുമത്തുകയും ഇതിൽ പ്രൊഡക്ഷൻ വാറന്റും പുറപ്പെടുവിച്ചു. പരമാവധി ദിവസം രാഹുലിനെ ജയിലിൽ കൊടുക്കാനായിരുന്നു ഉന്നത അധികാരികളിൽ നിന്നുള്ള നിർദ്ദേശം. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുലിന് 2 കേസുകളിൽ CJM കോടതി ജാമ്യം നൽകുന്നത്. കഴിഞ്ഞ ദിവസവും 2 കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. രാഹുലിന് കിട്ടുന്ന പിന്തുണ മനസ്സിലാക്കി പ്രോസിക്യൂഷൻ നിലപാട് മയപ്പെടുത്തിയതാണ് ജാമ്യം കിട്ടാൻ കാരണം. ജയിലിൽ കിടക്കുന്ന രാഹുലിനും ജനപിന്തുണ കൂടുന്നുവെന്ന് സർക്കാർ വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും കടുത്ത നിലപാടുകളെടുത്തില്ല. രാഹുലിന്റെ അഭാവത്തിലും യൂത്ത് കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം നടത്തി. രാഹുൽ വികാരം അത്ര ശക്തമായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമരത്തിന്റെ കേസിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത് ഏറെ വിമർശനമുയർത്തിയിരുന്നു. പകപോക്കൽ രാഷ്ട്രീയമാണെന്ന് വാദവും എത്തി.